ഇനിയൊരു 4-5 മാസത്തേക്ക് എന്തായാലും ഡെസേർട്ടിൽ പോക്കൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഒരു ഡെസേർട്ട് ഡ്രൈവിന് പോയാലോ എന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഡെസേർട്ട് ഡ്രൈവിന് ഇഷ്ടം പോലെ വണ്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ടയറിന് പ്രഷറൊക്കെ കുറയ്ക്കണം. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും വണ്ടിയുടെ കാറ്റ് കഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ സെറ്റായി ഞങ്ങൾ വണ്ടിയിൽ കയറി മെല്ലെ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഡെസേർട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇത് ഡ്രൈവ് ചെയ്യുന്നവർ തന്നെയാണ് കേട്ടോ. കാരണം പുറകെ ഇരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക പേടിച്ച് നിലവിളിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ഇനി താഴോട്ട് വീഴുമോ വണ്ടി മറിയുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ചില സമയത്ത്. ഞങ്ങൾ ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം നമ്മൾ അതിൽ കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഡെസേർട്ടിൽ. ഇത് നമ്മുടെ വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റിലെത്തി. ഇതാണ് പിങ്ക് റോക്ക്. ഈ റോക്കിൻ്റെ കളറ് പിങ്കാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. മണലിങ്ങനെ അടിച്ച് മുഖത്തോടെ കയറിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടിയിൽ കയറിയിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ക്വാഡ് ബൈക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൺസെറ്റ് ആയി തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ മെല്ലെ നമ്മുടെ ഡ്രൈവ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ 2 വണ്ടിയും 2 വഴിക്കായി പോയി കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഡ്രൈവ് അങ്ങ് കണ്ടിന്യൂ ചെയ്തു. കാരണം ഫോണിൽ 2 പേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എവിടെയാണെന്നുള്ള ഒരു ഏകദേശം ധാരണ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അങ്ങ് എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പോയി 2 വഴിക്ക് പോയി. ഈ ചിരി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് നേരം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ഒന്ന് പേടിച്ചു. പിന്നെ ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ആശ്വാസത്തിന് ചിരിയാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ ഡെസേർട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പം ചില സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കാണാൻ പറ്റില്ല കേട്ടോ. അത് കറക്റ്റ് മുന്നിൽ വരുമ്പോഴായിരിക്കും നമ്മളും അത് കാണുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഒന്ന് പേടിക്കും കേട്ടോ. അതുപോലെ എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിലുമാണ് വരുന്നത്. ഈ ഡെസേർട്ടിലെ ഡ്രൈവ് അത്യാവശ്യം റിസ്ക്കാണ് കേട്ടോ. നമ്മൾ അധികം ഉള്ളിലോട്ടൊക്കെ പോയാൽ നമുക്ക് വഴി തെറ്റിപ്പോവും. അങ്ങനെ ഒത്തിരി പേര് പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്സ് എല്ലാം തന്നെ അത്യാവശ്യം വണ്ടികളുള്ള വഴി കൂടെ മാത്രമാണ് നമ്മൾ പോയത്. സന്ധ്യയായി തുടങ്ങിയോണ്ട് തന്നെ ഇനി നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇതിലെ കൂടെയൊക്കെ ഇറങ്ങി നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഒരു മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. കുറേ മ്യൂസിക്കൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നിനും അപ്രതീക്ഷിച്ച ഗുമ്മങ്ങട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തൽക്കാലം ഈ വണ്ടി ഇങ്ങനെ അങ്ങ് വരട്ടെ എന്ന്. അടുത്ത പ്രാവശ്യം ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പം ഞാൻ വണ്ടി ഓടിച്ച് വരുന്നൊരു പോർഷൻ എടുത്തിട്ട് ഈ പറഞ്ഞ മ്യൂസിക് അവിടെ അങ്ങ് ആഡ് ചെയ്തിട്ട് സംഭവം കലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. എന്താണെങ്കിലും ആദ്യമായിട്ട് മണൽ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മിലു 2 കൈ കൊണ്ട് മണൽ വാരിയെടുത്ത് വായിലിടുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ കുറച്ചൊന്നും പേടിച്ചു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നും കുഞ്ഞിനുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും മിലു മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ അവിടുന്ന് അവളെ എടുത്തുനിന്ന് വണ്ടിയിൽ കയറ്റാനായിരുന്നു ഇത്തിരി പാട്. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടുന്ന് തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നോക്കുമ്പോൾ 2 ഒട്ടകമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി. ഇനി നമുക്ക് ടയറിൽ കാറ്റൊക്കെ അടിക്കണം. പിന്നെ അതുപോലെ ബോണറ്റൊക്കെ ഒന്ന് തുറന്ന് വെച്ചു. വണ്ടിയൊക്കെ ഒന്ന് കൂളാക്കി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.